മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ സമസ്യകളിൽ ഒന്നാണ് ജീവിതത്തിൻ്റെ അന്ത്യം, മരണം. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മരണത്തിൻ്റെ മുൻപിൽ മനുഷ്യൻ നിസ്സഹായതയോടെ പകച്ചു നിന്നു. ഇന്നും ഈ ആധുനിക നൂറ്റാണ്ടിലും മനുഷ്യന് മരണത്തിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണയും ഉത്തരവും സ്വന്തമായിട്ടില്ല. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതവും മരണവും മരണത്തിനു ശേഷമുള്ള അനുഭവവും മനസ്സിലാക്കുമ്പോൾ, അപഗ്രഥിക്കുമ്പോൾ ജീവിതത്തിന് തന്നെ ഒരു പുതിയ അർത്ഥവും മാനവും കടന്നു വരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മരണത്തിൻ്റെ മുൻപിൽ പകച്ചു നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെയും ചിത്രം നാം കാണുന്നുണ്ട്. ലാസർ മരിച്ചു. മരണശേഷം 4-ാം നാൾ, സംസ്കരിക്കപ്പെട്ടതിന് ശേഷം 4-ാം നാളാണ് യേശു ബഥനിയായിൽ എത്തുക. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം കാണുന്നു, ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായിരുന്നു. ലാസറിൻ്റെ സഹോദരിമാരുടെ കണ്ണുനീരും കഥനവും മനസ്സിലാക്കിക്കൊണ്ട് യേശു ശവകുടീരത്തിലേക്ക് പോകുന്നു. 11-ാം അധ്യായം 34-ാം വാക്യത്തിൽ അവരോടൊപ്പം കബറിടത്തിലേക്ക് പോകുന്ന യേശുവിനെ നാം കാണുന്നു. ഒരുപക്ഷേ ആ അധ്യായത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വാക്യം നാം അവിടെ വായിച്ചു കേൾക്കുന്നു. 11-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു കണ്ണുനീർ പൊഴിച്ചു. ജീസസ് വെപ്റ്റ്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം അതാണ്, ജീസസ് വെപ്റ്റ്. യേശു കണ്ണീർ പൊഴിച്ചു. മനുഷ്യൻ്റെ മരണത്തിന് മുൻപിൽ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ നിൽക്കുന്ന ഭാഗം. അപ്പോൾ ഒരു കൂട്ടം മനുഷ്യരും ഈ ജീവിതത്തിൻ്റെ എല്ലാം അതിനാഥനായ ദൈവപുത്രനും മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം വിചിന്തനം ചെയ്യുമ്പോൾ ഒരു പുതിയ അർത്ഥവും മാനവും നമുക്ക് ലഭ്യമാകുകയാണ്. മനുഷ്യൻ്റെ നൊമ്പരങ്ങളുടെയും വ്യഥകളുടെയും മുൻപിൽ, മനുഷ്യൻ്റെ യാതനകളും വേദനകളുടെയും മുൻപിൽ അവരോടൊപ്പം സഹതപിക്കുന്ന, അനുതപിക്കുന്ന കരുണാർദ്രനായ ദൈവത്തിൻ്റെ ചിത്രമാണ് നാം അവിടെ കാണുക. യഥാർത്ഥത്തിൽ ബൈബിളിലുടനീളം കാണുന്ന ദൈവത്തിൻ്റെ ചിത്രം ഇതാണ്. പരിപാലനയുടെ കരങ്ങൾ, പരിലാളനയുടെ സാന്നിധ്യം, മനുഷ്യനെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും അവൻ്റെ നൊമ്പരവും വേദനയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സമീപത്തേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ചിത്രം. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങളിൽ നാം കാണുന്നതാണ്. മോസസിന് മുൾപടർപ്പിൽ യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. അവിടെ മോസസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുക തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിലാണ്.
ജനിച്ചു വളർന്നു വന്ന രാജകൊട്ടാരത്തിൻ്റെ സുഖസൗകര്യങ്ങളും അഭിമാനവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ ഈ മലഞ്ചെരിവിലെത്തുക. അമ്മായിയപ്പൻ്റെ ആട് മേയ്ക്കുവാനായി. ഒരു യുവാവിന് ഒരുപക്ഷേ ഏറ്റവും പ്രയാസമുള്ള ഒരു ജോലി, ആരോഗ്യദൃഢഗാത്രനായ ഒരു മനുഷ്യന് ചെയ്യുവാൻ വളരെ പ്രയാസമുള്ള ഒരു ജോലി അമ്മായിയപ്പൻ്റെ ആടുകളെ മേയ്ക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ നിരാശയുടെ, പ്രയാസങ്ങളുടെ, അസ്വസ്ഥതയുടെ നിമിഷങ്ങളിലാണ് മുൾപ്പടർപ്പിൽ മോശ ദൈവത്തെ കണ്ടുമുട്ടുക. നമ്മുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും നൊമ്പരപ്പെടുന്ന അവസരങ്ങളിലായിരിക്കും ദൈവത്തെ കണ്ടുമുട്ടുവാനും അനുഭവിക്കുവാനും ഏറ്റവും എളുപ്പം. അതോടൊപ്പം തന്നെ അനുദിന ജീവിതത്തിൻ്റെ നിത്യസംഭവങ്ങളിലാണ് ദൈവത്തെ നാം കാണുക, ദർശിക്കുക. ഇത്രയേ ഉള്ളൂ. ആ ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഒരു ആഗ്രഹമുണ്ടാകണം. ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ഒരു മനസ്സാന്നിധ്യവും ഹൃദയത്തിൻ്റെ അവസ്ഥയും ഉണ്ടാകണം. മോശസ് അന്ന് കണ്ട ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ രോദനം ഞാൻ കേൾക്കുന്നു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് അവരെ മോചിപ്പിക്കുവാനും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കുവാനുമാണ്. ഈ വാക്യങ്ങളുടെ പ്രധാന വാക്കുകളതാണ്. ഞാൻ എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ കണ്ടിരിക്കുന്നു, അവരുടെ രോദനം ഞാൻ കേൾക്കുന്നു, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു, അവരെ മോചിപ്പിക്കുവാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അങ്ങനെ ജനത്തിൻ്റെ രോദനം കാണുന്ന, അവരുടെ യാതനകൾ അറിയുന്ന ഒരു നല്ല ദൈവം, പരിപാലനയുടെ ദൈവം. ഈ ദൈവത്തെയാണ് മനുഷ്യൻ ചരിത്രാതീത കാലം മുതൽ കണ്ടുമുട്ടിയിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതും. ഈ ദൈവമാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വീണ്ടും ഈ നൊമ്പരപ്പെടുന്ന ഒരു കൂട്ടം ജനത, വേദന അനുഭവിക്കുന്ന ഒരു കുടുംബം കാണുക. ലാസറിൻ്റെ സഹോദരിമാരും ബന്ധുജനങ്ങളും. അവിടെ ഈ സഹോദരിമാർ, അവരോട് കൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 34-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ അവർ കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി തീരുന്നു. യേശു കണ്ണീർ പൊഴിക്കുന്നു. മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ മുൻപിൽ, മനുഷ്യൻ്റെ മരണത്തിൻ്റെ മുൻപിൽ, മരണമെന്ന വലിയ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ അവരുടെ നൊമ്പരവും വേദനയും അറിയുകയും അതിന് ആശ്വാസവുമാകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെയും ജീവിതത്തിൽ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ സാന്നിധ്യം എന്നും നാം തിരിച്ചറിയണം. അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. നമ്മോടൊപ്പം അസ്വസ്ഥപ്പെടുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്നുള്ള ഉറച്ച ബോധ്യം, ഇതാണ് വിശ്വാസം നൽകുന്ന ഏറ്റവും വലിയ ശക്തി. ഇതാണ് കർത്താവ് നൽകുന്ന കരുതലും കരുത്തും. യേശു ഈ മരണത്തിൻ്റെ മുൻപിൽ നിൽക്കുക, ഈ മരണത്തിന് ഒരു ഉത്തരം നൽകുവാൻ വേണ്ടി കൂടെയാണ്. 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുക, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അങ്ങനെ തന്നിലേക്ക് ഉറ്റുനോക്കുന്നവർക്ക്, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് മരണം എന്ന യാഥാർത്ഥ്യത്തിനേക്കാളപ്പുറം
ഒരു നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് യേശു കൈപിടിച്ച് നടത്തുന്നു. നമ്മുടെ സ്വന്തപ്പെട്ടവർ മരണമടയുമ്പോൾ എന്തൊരു നൊമ്പരമാണ്. അവർ എന്നേക്കുമായി നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ നാം പതറിപ്പോകുന്നു, ചിലപ്പോൾ തകർന്നു പോകുന്നു. ഭാവിയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ എല്ലാം ഇരുളടഞ്ഞതുപോലെയുള്ള ഒരു തോന്നൽ. ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? കുടുംബനാഥൻ രോഗം മൂലം അല്ലെങ്കിൽ അപകടം മൂലം ആകസ്മികമായി മരണമടയുമ്പോൾ ആ കുടുംബാംഗങ്ങളുടെ അനുഭവം അതല്ലേ? ആകെ തകർന്നടിയുന്ന എല്ലാ സ്വപ്നങ്ങളും, നെയ്തുകൂട്ടിയ എല്ലാ പ്ലാനുകളും പദ്ധതികളും തകർന്നടിയുന്ന അനുഭവം. ഈ ഒരു സാഹചര്യത്തിലാണ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ വിചിന്തനം നമുക്ക് കരുത്തായി കടന്നു വരിക. ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ സാന്ത്വനത്തിൻ്റെ സാമീപ്യം നമുക്കനുഗ്രഹമായി മാറും. നമ്മോടൊപ്പം കണ്ണീർ പൊഴിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ അവിടുന്ന് കടന്നു വരും. എന്നിട്ട് നമ്മോട് പറയുക, എന്നിൽ വിശ്വസിക്കുക, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ആ ജീവനാകുന്ന യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് ഒരു നിത്യജീവിതത്തിൻ്റെ അനുഭവം മാത്രമല്ല, അനുദിന ജീവിതത്തിലുള്ള ആശ്വാസവും കരുത്തും കൃപയുമായി തീരുന്നു. യേശു തൻ്റെ ജീവിതം തന്നെയാണ് അവർക്ക് ഉദാഹരണമായും നൽകുക. കാൽവരി മലമുകളിൽ കുരിശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാർ പോലും കരുതി എല്ലാം അസ്തമിച്ചുവെന്ന്, എല്ലാം തീർന്നുവെന്ന്. പക്ഷേ അവിടെ ഒരു പരാജയത്തിൻ്റെ മുഹൂർത്തമായിരുന്നില്ല, ഒരു വിജയത്തിൻ്റെ മുന്നോടിയായിരുന്നു. യേശുവിൻ്റെ ഉത്ഥാനം നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. നമ്മുടെയും ജീവിതത്തിൽ ഈ മരണത്തിനപ്പുറമുള്ള ഒരു ചിന്ത, ഈ മരണമെന്ന യാഥാർത്ഥ്യം സ്വീകരിക്കുവാനും അവിടെ കരുത്തു നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യവും ഓർമ്മിപ്പിക്കുന്നു. ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലെ ആ കഥ നമുക്കറിയാം. ആകെയുള്ള ഒരു പിഞ്ചോമന കുഞ്ഞ് മരണമടയുമ്പോൾ വിധവയായ ആ സ്ത്രീ ആ പിഞ്ചുകുഞ്ഞിൻ്റെ മൃതശരീരവുമായി ബുദ്ധൻ്റെ അടുത്തെത്തുന്നു. ബുദ്ധൻ പറയുക, മരണം ഇനിയും കടന്നു വരാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെന്ന് ഒരു പിടി കടുകെടുത്ത് പാലിലിട്ട് ആ കുഞ്ഞിന് കൊടുക്കുക, അവൻ ജീവിക്കും. അവൾ ഓടി ഓരോരോ ഭവനത്തിലും ചെന്ന് ചോദിച്ചു, കടുകുണ്ടോ? കടുകുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മരണം പ്രവേശിച്ചിട്ടുണ്ടോ? ഉണ്ട്. അടുത്ത വീട്ടിലേക്ക് ഓടി. അവൾ അവസാനം തിരിച്ചറിയുന്നു, മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുവാതെ വശമില്ല. യേശുവിൻ്റെ ജീവിതത്തിലും ഇപ്രകാരം ഒരു സാധു വിധവ കടന്നു വരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. നായിനിലെ വിധവയുടെ മകനെ പുനർജീവിപ്പിക്കുന്ന ഭാഗം. ഈ സാധു സ്ത്രീ കരഞ്ഞുകൊണ്ട് ശവമജ്ജനത്തിന് സമീപത്തുണ്ടായിരുന്നു. കർത്താവ് അവളെ കണ്ട് മനസ്സലിഞ്ഞ് പറഞ്ഞത് ഇപ്രകാരമാണ്, കരയേണ്ട. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ അവൻ പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. അങ്ങനെ ശവമഞ്ചത്തിൽ കിടന്നിരുന്ന ആ മൃതനായ മനുഷ്യൻ, ആ യുവാവ് എഴുന്നേറ്റിരിക്കുന്നു. എന്തൊരു ശക്തിയാണ്, എന്തൊരു കരുത്താണ് ആ വാക്കുകൾക്ക്. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മരണപ്പെട്ട് സംസ്കരിച്ചിട്ട് 4-ാം ദിവസമായപ്പോൾ ആ മനുഷ്യൻ പുറത്തിറങ്ങി വരുന്നത് പോലെ ഇവിടെ ഈ നായിമിലെ വിധവയുടെ മകനും
സൗമജ്യത്തിൽ എഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന് മുൻപിൽ കർത്താവിൻ്റെ ശക്തമായ വചസ്സുകൾക്ക് പുതിയ ജീവൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനമായി മാറുന്നു. ആ കർത്താവിൻ്റെ വാക്കുകൾക്ക് പുതിയ ഒരു ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നടന്നു നീങ്ങുവാനാകുന്നു. ഇതുപോലെ തന്നെ യായിറൂസിൻ്റെ മകളെയും ഉയർപ്പിക്കുന്ന ഭാഗം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരുന്നതുപോലെ അവിടുത്തെ വാക്കുകൾ വഴി പുതിയ കരുത്തും കൃപയും ലഭ്യമാകുന്നു. ഈ നിത്യജീവനിലേക്കുള്ള അനുഭവമാണ് യഥാർത്ഥത്തിൽ മരണത്തെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് ആശ്വാസമായി കടന്നു വരുന്ന വാക്കുകൾ. വിശുദ്ധ ജെറോം മരണത്തെപ്പറ്റി വിവരിക്കുന്ന അതിശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം 2 ഉദാഹരണങ്ങൾ വെച്ചാണ് പറയുക. ഒരു ചെടിയിൽ വികസിച്ചു വരുന്ന പൂവ് 1-2 ദിനം കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു വീഴുന്നു. അപ്പോൾ ആ ചെടിയുടെ ദുഃഖം, ആ പൂവിൻ്റെ നൊമ്പരം വലുതാണ്. പക്ഷേ ആ കൊഴിഞ്ഞു വീഴുമ്പോൾ ഈ ചെടി മനസ്സിലാക്കുന്നില്ല, അപ്രകാരം ഈ പൂവ് അത്രയും നേരം സുഗന്ധം പരത്തിക്കൊണ്ട് സുന്ദരമായി നിന്നിരുന്ന ആ പൂവ് കൊഴിഞ്ഞു വീണാൽ മാത്രമാണ് ആ പൂ നിന്നിരുന്ന സ്ഥാനത്ത് ഒരു കായ് അല്ലെങ്കിൽ ഒരു ഫലം മുളച്ചു വരിക. ഓരോ ചെടിക്കും ഇപ്രകാരമുള്ള ഒരു ത്യാഗത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് ഒരു പുതിയ കായ് അതിന് പുറപ്പെടുവിക്കാനാകുക, കായ് ഫലമുണ്ടാകുക. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. ഈ ലോകത്തിലുള്ള ജീവിതം കൊഴിഞ്ഞു വീഴുമ്പോൾ, നഷ്ടമാകുമ്പോൾ അതിനു പകരം ഒരു അനന്തമായ അനുഭവത്തിലേക്ക്, സ്വർഗത്തിൻ്റെ ജീവിതത്തിലേക്ക് ഉള്ള ഒരു പടിവാതിൽ കൂടിയാണ് ഈ മരണം. വിശുദ്ധ ജെറോം മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് യാതൊരു അല്ലലും അലട്ടലുമില്ലാതെ എല്ലാ സൗഭാഗ്യത്തിലുമായിരിക്കുന്ന കുഞ്ഞാണ്. എന്നാൽ ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ എന്നും ജീവിക്കേണ്ട വ്യക്തിയല്ല. പൂർണ്ണ വളർച്ചയെത്തിയ ആ ഗർഭസ്ഥ ശിശു ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അത് വാവിട്ട് കരയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അപ്രകാരം ആ കുഞ്ഞ് കരയുമ്പോൾ ഒരുപക്ഷെ അത് മനസ്സിലാക്കുന്നില്ല വിശാലമായ സുന്ദരമായ ഒരു ലോകത്തിലേക്കാണ് അത് വന്നിരിക്കുന്നതെന്ന്. മറ്റുള്ള എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ നുകരുവാൻ സാധ്യതയുള്ള ഒരു അനുഗ്രഹീത ലോകത്തിലേക്കാണ് താൻ മിഴിതുറക്കുന്നതെന്ന് ആ ശിശു ഒരുപക്ഷെ ആ നിമിഷം ചിന്തിച്ചിരിക്കില്ല. അത് വാവിട്ട് കരയുന്നു. ഇതുപോലെ തന്നെയാണ് മനുഷ്യ ജീവിതവും. ഈ ലോകത്തിലുള്ള ജീവിതത്തിൽ നിന്ന് അടുത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ ഉള്ള സാധ്യത തെളിഞ്ഞു കിട്ടുകയാണ് മരണത്തിലൂടെ. യേശു പറയുന്നതിൻ്റെ അർത്ഥം അതാണ്: ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഈ ജീവിതത്തിലേക്കുള്ള പാതയൊരുക്കുവാനാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്, നമ്മെ കൈപിടിച്ച് നടത്തുന്നതും ഈ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും. യേശുവിൻ്റെ ഉത്ഥാനവും അതിൻ്റെ വിചിന്തനവും നമ്മെ ഓർപ്പിക്കുന്നതാണ്. നമ്മെയും യേശുവിൻ്റെ ഉത്ഥാനം വഴി ഈ ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിന് 3 തെളിവുകളാണ് സാധാരണഗതിയിൽ നാം കാണുക. ഒന്ന്, ഒഴിഞ്ഞ ആ കല്ലറ, അരിമത്യക്കാരൻ ജോസഫിൻ്റെ ആ കല്ലറ, പടയാളികൾ കാവൽ നിന്ന ആ കല്ലറ, അതിലെ വലിയ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതും കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നതുമായി കണ്ടു. അത്
രഹസ്യമായി യേശുവിൻ്റെ ശരീരം അവിടെ നിന്ന് മാറ്റിയതല്ല, പ്രത്യുത പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി യേശു കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഒഴിഞ്ഞ കല്ലറ അതിനുള്ള തെളിവാണ്. രണ്ടാമത്തെ വലിയ തെളിവ്, അവിടുന്ന് വിവിധ വ്യക്തികൾക്ക് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എല്ലാ സുവിശേഷങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പ്രത്യക്ഷപ്പെടുന്ന അനുഭവമാണ്. ഓരോ പ്രത്യക്ഷപ്പെടലിൻ്റെയും അവസരത്തിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് അവിടുത്തെ ആ സാന്നിധ്യത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. എല്ലാ സുവിശേഷങ്ങളും ഇതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രകടമായ മാറ്റമാണ്. പത്രോസിൻ്റെ ജീവിതം എടുക്കുക. മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും 3 പ്രാവശ്യം യേശുവിനെ ഉപേക്ഷിച്ച് പോയ ആ മനുഷ്യൻ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ വീണ്ടും ആ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയ മനുഷ്യൻ, പണ്ടെങ്ങോ ഉപേക്ഷിച്ചു കളഞ്ഞ വലയും വഞ്ചിയും എടുത്ത് കടലിൻ്റെ തീരങ്ങളിൽ നിന്ന് തിരകൾ മുറിച്ച് ആഴങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹവും കൂട്ടുകാരും ആ രാത്രിയിൽ മുഴുവൻ അധ്വാനിച്ചു. എത്ര ഹൃദയസ്പർശിയായ ഭാഗമാണ് ആ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 21-ാം വാക്യത്തിൽ നാം കാണുക. യേശു കടൽ തീരത്ത് വന്ന് അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? 21-ാം അധ്യായം 4-ാം വാക്യത്തിൽ മറുപടി, ഏറ്റവും ഹ്രസ്വമായ മറുപടി, ഇല്ല. നിരാശ നിറയുമ്പോൾ, ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മറുപടികൾ എപ്പോഴും ഏറ്റവും ഹ്രസ്വമായി തീരും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പത്രോസിൻ്റെ മറുപടി, ഒന്നും കിട്ടിയില്ല. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല? യേശുവിൻ്റെ സാന്നിധ്യം അവരോടൊപ്പമില്ല. യേശുവിൻ്റെ വചനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച ഒരു ജീവിതം. അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതയും പ്രയാസവും നിരാശയുമേ ഉള്ളൂ. എന്നാൽ യേശുവിൻ്റെ വാക്കുകളനുസരിച്ച് അവർ വലയിട്ടു. അപ്പോഴാണ് സമൃദ്ധിയുടെ പുതിയ അനുഭവം. എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്, 153 വലിയ മത്സ്യങ്ങൾ. അതുവരെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ മീൻ പോലും കിട്ടാത്തതിൽ നിന്നും ആ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതാ സമൃദ്ധിയുടെ അനുഭവം. യേശുവിനോടൊപ്പമുള്ളപ്പോൾ, യേശുവിൻ്റെ വാക്ക് കേട്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ സമൃദ്ധിയും സമ്പന്നതയും ഐശ്വര്യവും നിറയും. ഇതായിരുന്നു ഈ ശിഷ്യന്മാരുടെ അനുഭവം. യേശുവിൻ്റെ ഈ ഉദ്ധിതനായ നാഥൻ്റെ അനുഭവം പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിന്നീട് പ്രകടമായ മാറ്റമാണ്. ആ മനുഷ്യൻ പ്രഘോഷിക്കുവാൻ തുടങ്ങുന്നു. എന്തൊരു കരുത്താണ് പത്രോസിൻ്റെയും വാക്കുകൾക്ക്! തൻ്റെ വാക്കുകൾ പ്രവർത്തനങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ കൂടുതൽ സമ്പന്നമാകുന്നു. മുടന്തനായ ആ മനുഷ്യനോട് പറയുന്നു, സ്വർണമോ വെള്ളിയോ എൻ പക്കലില്ല, പകരമായി നൽകാം യേശു നൽകിയ ആ ആശ്വാസം. അങ്ങനെയാണ് ആ മനുഷ്യൻ കരുത്തനായി മാറുക. മറിയ മഗ്ദലേനയുടെ ജീവിതം, യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം, സാക്ഷ്യം ഏറ്റവും ആദ്യമായി കടന്നു വന്നത് മറിയ മഗ്ദലേനയുടെ ജീവിതത്തിലാണ്. അവളുടെ ജീവിതം പിന്നീട് ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്ന ജീവിതമായി തീരുന്നു. പൗലോസിൻ്റെ അനുഭവം, ക്രിസ്തുവിനെ എതിർത്തിരുന്ന, ക്രിസ്ത്യാനികളെ വെറുക്കുകയും തോൽപ്പിക്കുകയും ചെയ്തിരുന്ന, ഉന്മൂലനം ചെയ്യുവാൻ ആഗ്രഹിച്ചിറങ്ങിയ ആ സൈന്യാധിപൻ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രഘോഷിക്കുന്ന അപ്പോസ്തലനായി മാറുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുക, ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ മാറ്റം പത്രോസിലും മറിയ മഗ്ദലേനായിലും പൗലോസിലും മറ്റെല്ലാ പ്രത്യക്ഷത്തിൻ്റെ അനുഭവം സിദ്ധിച്ച എല്ലാ ശിഷ്യന്മാരിലും വന്ന പ്രകടമായ മാറ്റമാണ്. ഈ മാറ്റത്തിലേക്കാണ്, ഈ പരിവർത്തനത്തിലേക്കാണ്
നമ്മെ ദൈവം ക്ഷണിക്കുക, യേശു ക്ഷണിക്കുക. അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ കടം വാങ്ങിയ കല്ലറയിലാണ് ക്രിസ്തുവിനെ സംസ്കരിച്ചത്. ഈ ജോസഫിൻ്റെ ഒരു അനുഭവം ഒരു എഴുത്തുകാരൻ കുറിച്ചു വച്ചത് വായിച്ചത് ഓർമ്മ വരികയാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അരിമത്തിയക്കാരൻ ജോസഫ് സായാഹ്നങ്ങളിൽ ഈ ഒഴിഞ്ഞ കല്ലറയുടെ മുൻപിൽ വന്നിരിക്കും. അയാൾ ആ കല്ലറയിലേക്ക് നോക്കും. ഞാനും ഒരു ദിവസം മരണമടയും, ഒരുപക്ഷെ എൻ്റെയും ജീവിതം, എൻ്റെയും അമൃത ശരീരം ഈ കല്ലറയിൽ സംസ്കരിക്കും. പക്ഷേ ഈ കല്ലറയിൽ 3 നാൾ ഉറങ്ങിയ ആ നാഥൻ, അവിടെ നിന്ന് ഉദ്ധിതനായി പോയ ആ നാഥൻ എന്നെയും ഉയർപ്പിക്കും. എൻ്റെയും ജീവിതം ഈ മരണം കൊണ്ട് തീരുന്നില്ല. അവിടുത്തെ പോലെ ജീവിക്കുവാൻ എന്നെയും കൈപിടിച്ചു കൊണ്ടുപോകും. മരണത്തെപ്പറ്റി നാം ഓർക്കുമ്പോൾ ഭയപ്പെടാതെ നമ്മുടെ നൊമ്പരങ്ങളിൽ ആശ്വസിപ്പിക്കുന്ന ആ നാഥനെ നമുക്ക് കണ്ടുമുട്ടുവാൻ പരിശ്രമിക്കാം. വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ മരണമെന്ന യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാം. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ച ശിഷ്യന്മാരിലുണ്ടായിരുന്ന അതേ പ്രകടമായ പരിവർത്തനം, മാറ്റം നമ്മുടെയും ജീവിതത്തിൽ കൊണ്ടുവരുവാൻ നമുക്കും പരിശ്രമിക്കാം. അരിമത്തിയക്കാരൻ ജോസഫിനെ പോലെ പ്രതീക്ഷാനിർഭരരായി നമുക്ക് ജീവിക്കാം. ക്രിസ്തു ഇന്നും ജീവിക്കുന്നെങ്കിൽ എന്നെയും എന്നും അനിത്യമായ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തും. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, പ്രത്യാശയുടെ മനുഷ്യരായി ഞങ്ങളെ മാറ്റണമേ. മരണത്തിനപ്പുറത്തും കൈപിടിച്ച് നടത്തുന്ന അവിടുത്തെ വിശുദ്ധമായ ആ ആശ്വാസത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കെന്നും അനുഭവിക്കുവാൻ ഇടയാക്കണമേ. മരണവും മറ്റ് നൊമ്പരങ്ങളും ഞങ്ങളെ നിരാശരാക്കാതെ ഉദ്ധിതനായ നാഥനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വരം തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നരാക്കട്ടെ. നന്ദി.